പോളിയോട്ട് ഹോം സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ആ 10,000 നമുക്ക് 2,000 റുപ്പീസിന്റെ അഡീഷണൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം. ഇപ്പോൾ വാളാർട്ട് കണ്ടില്ല, അതിന്റെ മെറ്റൽ ആർട്ടുകളാണിത്. ഇങ്ങനെ നമുക്ക് TV കാണാൻ പറ്റുന്ന ഒരു ലോഞ്ചർ സോഫയാണിത്. ഇത് ടിൽറ്റബിൾ ആണ്, നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് നമ്മളെ ഹെഡ്രസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു 6.3 വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ ഇറ്റാലിയൻ മാർബിൾ ആണ്. ഇതിന് ടോപ്പ് വന്നിരിക്കുന്നത് ഓണിക്സ് മാർബിൾ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്ന് നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു റോയൽ ടച്ച് വരുന്ന ഒരു ടേബിളിന്റെ മുകളിലാണ്. ഇതൊരു പ്രീമിയം സോഫയാണ്. കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിൾസ്, കാലിഗ്രാഫി ആ ഒരു സാധനങ്ങൾ ഉണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മൾ കൊണ്ടോട്ടിയിലുള്ള ഫോളിയോട്ടിലാണ്. അപ്പോൾ ഇവിടെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ പോയിട്ട് കാണാം. ഇത് നമ്മുടെ ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ ആണ്. ഇത് വരുന്നത് SS PVD കോട്ടിംഗ് ആണ്. ഇത് ഇതിന് ചെയർ ഒരു 8 സീറ്റർ ആണ്. ചെയർ വന്നിരിക്കുന്ന സെയിം ഡിസൈൻ ആണ്, അതിൻ്റെ സെയിം ഗോൾഡൻ കളറാണ്. നമുക്കൊരു റോയൽ ലുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഡൈനിങ് ടേബിളിൻ്റെ പ്രൈസ് നമുക്ക് MRP വരുന്നത് 142 ആണ്. ഇത് നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് 120 ആണ്. ഹൈ ഗ്ലോസ് മെറ്റീരിയലാണ്. ഹൈ ഗ്ലോസിൽ എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് റെസിൻ പോളിഷ് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റോണിൽ പോളിഷാണ് വന്നിട്ടത്. അതിൻ്റെ മുകളിൽ ഗോൾഡൻ സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 6 ചെയർ നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഓണിക്സ് മാർബിളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രെയിം വന്നിരിക്കുന്നത് പിന്നെ SS വന്നിട്ട് PVD കോട്ടിങ് ഗോൾഡിലാണ്. ശരിക്കും ഒരു ബ്രാസ് ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് നമുക്ക് ഈസി ആയിട്ട് 8 ചെയർ ഇടാം. 2 സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 ചെയർ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന വലിയൊരു ടേബിളാണ്. ഈ ടേബിളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 7.3 ആണ്. 7 അടി 3.5 വന്നിരിക്കുന്ന ഈ ടേബിളിൻ്റെ പ്രൈസ് വരുന്നത് 91,000 ആണ് MRP വരുന്നത്. നമ്മുടെ പ്രൈസ് ഇപ്പോൾ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് 78,000 ആണ്. ഈ ഒരു 6.3 വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ ഇറ്റാലിയൻ മാർബിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം വരുന്നത് ടീക്കിൽ ഉള്ള ഒരു ഫ്രെയിം വിത്ത് ടീക്ക് വിനിയറാണ്. പിന്നെ ഒരു ഗോൾഡൻ ഫ്രെയിം പോകുന്നുണ്ട്. അതുപോലെ തന്നെ 6 സീറ്റർ ആണത്. ഈ ഒരു ടേബിളിന് നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് എങ്ങനെ? ഇത് 6 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് 8 സീറ്റാണെന്നുണ്ടെങ്കിൽ എത്ര പ്രൈസ് വരുന്നത്? 6 സീറ്റിൻ്റെ നമ്മുടെ MRP വരുന്നത് 1,97,000 രൂപയാണ്. അതിപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ 1,67,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ പുറമെ നിങ്ങൾ വേറെ ഡിസ്കൗണ്ട് ഉണ്ടോ? അതായത് ഇതിൻ്റെ പുറമെ ഉള്ള ഡിസ്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവറി 10,000 പർച്ചേസിനും നമ്മൾ 2,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ഓഫർ കൊടുക്കും. പർച്ചേസിംഗ് ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഇപ്പോൾ അവർക്ക് ഇത് ശരിക്കും നമുക്ക് 8 സീറ്റ് ഇടാം. 8 സീറ്റ് ഇടാം. അപ്പോൾ 2 സീറ്റ് എന്ത് ചെയ്താൽ മതി, അഡീഷണൽ എടുത്താൽ മതി. അഡീഷണൽ എടുത്താൽ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഒരു ആ 2 ചെയറിൻ്റെ അഡീഷണൽ കാശ് വരുന്നുണ്ടാവും. ഇതൊരു വെറൈറ്റി ടൈപ്പ് ടേബിൾ ആണല്ലോ. അത് ഏതാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ടീക്കിലാണ്. ഇതിൻ്റെ സൈസ് 7.3 ആണ്. ഇതിൽ ടോട്ടൽ വരുന്ന ചെയർസ് 8 ആണ്. ഇതിൻ്റെ MRP വരുന്നത് 1,59,000 രൂപയാണ്. ഇതിൻ്റെ ഓഫർ പ്രൈസ് 140 ആണ്. ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു റോയൽ ടച്ച് വരുന്ന ഒരു ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ്, അതേപോലെ ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? ഇതിൻ്റെ ടോപ്പ് വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്, ഒണിക്സ് മാർബിൾ എന്ന് പറയും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പോളിഷ് ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബ്രാസ് ഫിനിഷ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് 6x3.5 ആണ്. വുഡ് ഏതാ വരുന്നത്? വുഡ് ഇതിന്റെ ബോട്ടം വരുന്നത് കംപ്ലീറ്റ് ഫ്രെയിം വരുന്നത് തേക്കാണ്. തേക്കിൽ ഒരു കർവിംഗ് ഡിസൈൻ ആണ് വന്നുള്ളത്. ഒരു റോയൽ ടച്ച് വരുന്ന ആ ഒരു സംഭവം. അതിന്റെ ചെയർസും അതുപോലെ അതിന്റെ ഫാബ്രിക് അതേപോലെ ഈ സൈഡിൽ അത്യാവശ്യം നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മെറ്റീരിയൽ അങ്ങനെ തന്നെ വരുന്നത്. അതിന്റെ ഒരു റോയൽ ഫീൽ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 6 ചെയർ എന്ന് നമ്മുടെ MRP വരുന്നത് 152 ആണ്. നമുക്കിപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ 129,500 കൊടുക്കാം. പ്ലസ് നമ്മളെ മറ്റേ ഓഫർ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ നമ്മളെ ഓഫർ ഉണ്ടാവും. അത് 10,000 പർച്ചേസിന് നമുക്ക് 2,000 രൂപയുടെ പർച്ചേസ് ഓഫർ. ഇവിടെ ഒരുപാട് ഡൈനിങ് ടേബിൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ട്, നേരെ കയറി വന്നപ്പോൾ തന്നെ കണ്ടത് അതാണ്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത വരുന്നത്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഗ്ലാസ് ടോപ്പുകളാണ് കാണാൻ പറ്റുക. കയറി വന്നാൽ കാണാൻ പറ്റുന്ന ഒരു പാനലാക്ക് ഗ്ലാസ്സുകളാണ് കാണാൻ. നമ്മുടെ സമയത്തോളം നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഓഫ് എന്തുണ്ട് ഡൈനിങ് ടേബിൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഓണിക്സ് മാർബിള്, ആർട്ടിഫിഷ്യൽ മാർബിള്, അതുപോലെ തന്നെ അതിനകത്ത് റെസിൻ പോളിഷ്, ഒരുപാട് അതിൻ്റെ ഹൈ ഗ്ലോസി ഫിനിഷിങ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മോൾസിലുള്ള ഓരോ മൂഡ് ഓഫ് ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഏതൊരു പാറ്റേണിലേക്കും ഏതൊരു സൈസിലേക്കും നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രത്യേകത. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സോഫകളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ എത്ര സീറ്ററാണ് ഇവിടെ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ഈ ഒരു സാധനമാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് ഒരു 3 സീറ്ററാണ്, ഞാനിരിക്കുന്നത് 2 സീറ്ററാണ്, അതൊരു സിംഗിൾ സീറ്ററാണ്. ഇതിൽ തന്നെ നമുക്ക് ഒരു 3 സീറ്റർ, അതുപോലെ തന്നെ 2 സിംഗിൾ സീറ്റർ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഒരു 3 സീറ്റർ, 2 സീറ്റർ കൊടുക്കാം. ഏത് ഒരു മോഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സോഫയിൽ തന്നെ വെറൈറ്റി ആയിട്ട് നമ്മളെ കോർണർ ടൈപ്പ് അങ്ങനെ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട്. കോർണറിൽ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരു പോർഷനിൽ കോർണർ വരും, അതിൻ്റെ പോലെ തന്നെ ലോഞ്ചർ വരും. ഇപ്പം നമുക്ക് ടി വി ഇരുന്നിങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ്ങിൽ നമുക്ക് ടി വിയുടെ മുമ്പിൽ നമുക്ക് ഒരു ലോഞ്ചർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് കാണാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് മുകളിലുണ്ട്. അപ്പോൾ ഏതാണ് നമുക്കൊന്ന് പോയി ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സോഫയുടെ സെക്ഷനാണത്. ഇതിപ്പോൾ നമ്മുടെ 2nd ഫ്ലോറാണ് ആക്ച്വലി. ഇതിനകത്ത് വരുന്ന സോഫയുടെ നമ്മൾ നേരത്തെ താഴത്ത് കണ്ടൊരു സോഫ, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പിന്നെ ഫാബ്രിക്സ് ആണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു കോർണർ സോഫയാണ്. അതുപോലെ തന്നെ അവിടെ വരുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2, ഒരു 3. ഇതൊരു ലെതറേറ്റ് സോഫയാണ്. ഇവിടെ നമുക്ക് ലോഞ്ചർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലോഞ്ചർ സോഫ നമുക്കൊരു ലിവിങ്ങിലൊക്കെ വരുന്ന സമയത്ത്, ഒരു ഫാമിലി ലിവിങ്ങിൽ വരുമ്പോൾ ഒരു കളർഫുൾ സാധനമാണിത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിങ്ങനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാസ്റ്റ് പില്ലോ അല്ലെങ്കിൽ മാച്ചിങ് പില്ലോസ് നമുക്ക് തന്നെ കൊടുക്കാം, ത്രോ പില്ലോസ് കൊടുക്കാം. അതിൻ്റെ ഒരു എൻ്റയർ കളക്ഷൻസ് നമുക്കുണ്ട്. ഇതൊരു പ്രീമിയം സോഫയാണ്, ഒരു എന്താ പറയുക, ഒരു റോയൽ ഫീൽ വരുന്ന. നമുക്ക് ഇതിൻ്റെ ഒരു ലെഗൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നിൽക്കണ്ടോ, ആ രൂപത്തിലൊരു മെറ്റൽ ലെഗാണ്. അതുപോലെ തന്നെ ബട്ടൺ വർക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ സീറ്റ്, ഒരു 2 സീറ്റ്, ഒരു 3 സീറ്റ്, ഈ രൂപത്തിലാണ് നമുക്കിതിനെ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊരു പിന്നെ സൈസിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വുഡൊക്കെ വരുന്നത് ട്രീറ്റഡ് മഹാഗണിയാണ് ഇൻസൈഡിൽ. ഇപ്പോൾ എപ്പോഴും ഒരു സോഫയിൽ ഒരു കൺസേൺ എന്താകുക, ഉള്ളിൽ എന്താണെന്നുള്ളതാണ്. ആ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഓർഡർ ആണെങ്കിൽ, പ്രീ ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അയാൾക്ക് കാണിച്ചു കൊടുത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഫോം ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 40 ഡെൻസിറ്റി ഫോം ഉണ്ട്, അതുപോലെ കുർലോണിൻ്റെ ഫോമാണ്, അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെതാണ്. എല്ലാം നമുക്ക് 100% ഒരു ട്രൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കി ആ രൂപത്തിൽ നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 1.15 കൊടുക്കാം. 135 ആണ് ഇതിൻ്റെ MRP. ഇതൊരു ലോഞ്ചർ സോഫയാണ്. നേരത്തെ നമ്മൾ അവിടെ കിടന്ന് കാണിച്ചില്ലേ, ആ സെയിം ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിന് എന്താ പറയുക, അത്ര ഒരു പ്രൈസ് ഉണ്ടാവില്ല. ഇത് നമുക്കൊരു 71,000 MRP വരുന്നുണ്ട്. നമുക്കൊരു 49 നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും. നല്ലൊരു സാധനമാണ്. അതിനകത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ സാധ്യമാകുമ്പോൾ പ്രൈസിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. ആളുകൾക്ക് സമയത്തോളം അവർക്ക് പിന്നെ ഇതിലേതൊരു മോഡൽ നോക്കി ഫാബ്രിക് ചൂസ് ചെയ്ത് അവരുടെ കർട്ടൻ, അതുപോലെ തന്നെ വാൾപേപ്പർ, ഇതിനൊക്കെ മാച്ച് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഫാബ്രിക്കും കൂടെ ചൂസ് ചെയ്യുക. ആ രൂപത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് പ്രൈസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ കണ്ടോ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ബ്ലൂ കളർ സോഫ, അതുപോലെ തന്നെ ഏത് കളറിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം, ഏത് പ്രൈസ് റേഞ്ചിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ലെഗ് മുതൽ അതിൻ്റെ ഓരോ പാർട്ടും നമുക്ക് ഈ ആ ഒരു കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാനുള്ള എല്ലാ രീതിയിലുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ടേബിളുകൾ, ചെയറുകൾ, ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫി ടേബിൾസ് ആണ്. ഇങ്ങനെ ഒരു പെയറായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ സിംഗിളായിട്ട് വരുന്ന പിന്നെ കോഫി ടേബിൾ ഉണ്ട്. കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിൾസ് നമുക്ക് കുറഞ്ഞ ഹൈറ്റ് കൂടിയല്ലേ, ഹൈറ്റ് കൂടിയ പിന്നെ ടേബിൾസ് ആണ്. അതിനകത്ത് വരുന്നത് ഒരു ബാർ ചെയർസും അതുപോലെ തന്നെ അതിന് പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾസ്. ഇത് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള പഫീസാണ്. നമുക്കൊരു എക്സ്ട്രാ സീറ്റ് എന്നുള്ള രൂപത്തിലും അതുപോലെ തന്നെ ഭംഗിക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു സ്റ്റൂൾ പോലെ നമുക്ക് ചവിട്ടി കയറി കഴിഞ്ഞാലൊന്നുമില്ല, കുഴപ്പമുണ്ടാവില്ല, ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇതിൽ എല്ലാ ഷേപ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എന്താ പറയുക, വെയിലത്തും മഴയത്തും എന്ന് പറഞ്ഞ പോലെയുള്ള സാധനമാണിത്. നമുക്ക് ഏത് ഒരു ആംഗിളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഔട്ട്ഡോറിലാവൂലേ യൂസ് ചെയ്യാം? ഔട്ട്ഡോറിലാണ് മെയിനായിട്ട് ഇത് എന്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു അംബ്രല്ല വെക്കണമെങ്കിൽ അംബ്രല്ല വെക്കാം. അതിനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് മെറ്റൽ സ്ട്രക്ചറാണ്. ഇതൊരു വയേർഡ് മെഷാണ്. ഇത് എങ്ങനെ റേഞ്ച് തന്നെ? 15,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു 4 ചെയറും ഈ ഒരു ടേബിളും. ഇപ്പോൾ ഈ ഒരു
അപ്സ്റ്റെയറിൽ ഇങ്ങനെ ഈ കാണുന്ന ഈ മിസ്ലൈൻ ഫ്ലോറിൽ കാണുന്ന ചെയേഴ്സ് കണ്ടില്ലേ, ഈ ചെയേഴ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ചെയേഴ്സ് ഉണ്ട്. അതിനകത്ത് അത് നമ്മുടെ സിറ്റ് ഔട്ടിലിടുമ്പം കുഷനുള്ള സീറ്റുകളുണ്ടാവും, അതുപോലെ തന്നെ കുഷൻ ഇല്ലാത്തതും ഉണ്ടാവും. കുഷൻ ഉള്ളതാണെങ്കിൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റുന്ന പ്രൊവിഷൻ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ കുഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ട്രാവലേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൾഡബിൾ ആണ്, സെയിം. അതുപോലെ തന്നെ മഴയത്തും വെയിലത്തും നല്ല വെള്ളത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയറാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്ലീപ്പിംഗ് ആക്സസറീസ് ഉണ്ട് നമുക്ക് ഒരുപാട്. ഇപ്പം പ്രീമിയം മാട്രസസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പിന്നെ പില്ലോകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോമാണ്. ഏറ്റവും നല്ല ഫോം ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത്. പിന്നെ പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട്, ചവിട്ടികൾ, മാറ്റുകൾ, നമ്മുടെ ബാത്റൂമിൽ ഇടാൻ പറ്റുന്ന സ്പെഷ്യൽ മാറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് ബെഡ്ഷീറ്റുകൾ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, തികച്ചും എന്താ പറയുക ഡിസൈനർ സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫംഗ്ഷനിൽ വിരിച്ചിടാൻ പറ്റുന്ന രൂപത്തിലുള്ള സാധനങ്ങളാണ്. നമ്മൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് മാത്രമേ നമ്മുടെ കളക്ഷൻസിന് ഉണ്ടാവുള്ളൂ. കംഫർട്ട്സ് കാണാൻ കഴിയും, ടവൽസ്, നമ്മുടെ മാട്രസിൻ്റെ പ്രൊട്ടക്ടറാണ് ഈ കാണുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊട്ടക്ടർ. റേഞ്ച് വരുന്നത് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് നമ്മുടെ ഒരു 1859 ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. ഇതിലൊക്കെ ഈ പർച്ചേസിലൊക്കെ നമുക്ക് ഈ എല്ലാ ആക്സസറീസിൻ്റെയും കമ്പനീൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ പോലും എവറി 10,000 പർച്ചേസിൽ നമുക്ക് 2,000 റുപ്പീസ് അഡീഷണൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കും. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിന്നെ റഗ്സ്, അതുപോലെ തന്നെ ഈ കാർപ്പറ്റൊക്കെ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിലും അതുപോലെ തന്നെ സിറ്റിംഗ് ഹാളിലും ലിവിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല മോഡലും, ടർക്കി, സ്പെയിൻ, അതുപോലെ തന്നെ ഇറ്റലി, ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇതിൻ്റെ വലിയ സൈസ് ഇവിടെ കാണാൻ പറ്റും. വളരെ ഷാഗി ആയിട്ടുള്ള ലോങ് പിന്നെ പൈൽ ഹൈറ്റുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വളരെ സ്മൂത്തറായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ വളരെ ഡിഫറെൻറ്റ് വർക്ക് വരുന്ന ആ സാധനങ്ങൾ, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതുപോലെ സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. നമുക്ക് ഫോട്ടോ ഫ്രെയിംസ്, അതായത് നമ്മൾ ആർട്ട് വർക്ക്, നമുക്ക് ചുമരിനെ മനോഹരമാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ. അതായത് പിന്നെ അതിനകത്ത് പിന്നെ ബാക്കിയുള്ള ഡിവോഷണൽ സാധനങ്ങളുണ്ടാവും, അതുപോലെ അതല്ലാത്ത ആർട്ട് വർക്ക് ഉണ്ടാവും, കാലിഗ്രാഫി ആ ഒരു സാധനങ്ങളുണ്ടാവും. നമുക്ക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. മെറ്റീരിയൽ സെപ്പറേറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് വർക്ക് അല്ലാത്ത ഒരു നാച്ചുറൽ സാധനങ്ങൾ തന്നെ പ്ലാന്റ്, ലീഫ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ CNC വർക്കിലുള്ള പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ മൂമെൻറ്റ്സ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന പിന്നെ വാൾ ക്ലോക്സ്, അതും നമുക്കിതിൽ കാണാൻ പറ്റും. ഇപ്പോൾ വാളാർട്ട് കണ്ടില്ലേ, നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ ഒരു സാധനം തന്നെ അതിൻ്റെ മെറ്റൽ ആർട്ടുകളാണത്. വാളിൽ തന്നെ വാളിനെ ഒന്നും കൂടെ അട്രാക്ഷൻ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ, കംപ്ലീറ്റ് മെറ്റൽസ് ആണത്. മെറ്റലിൽ നമുക്ക് PVD കോട്ടിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ്, അങ്ങനെ പല രീതിയിലുള്ള ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും, അതായത് നമ്മുടെ എന്താ പറയുക ഒരു സ്പെഷ്യൽ ഐറ്റംസ്, അതിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മളെ ഗ്ലാസ് വെയേഴ്സ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സെറാമിക്കലായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ബാത്റൂമിലേക്കുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ ജാറുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസ്, വേസസ്, തന്നെ നമുക്ക് ജഗ്ഗുകൾ, ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്താ സംഭവം ഈ കാണുന്നത്? ഇത് കാണുന്നത് നമുക്ക് പിന്നെ ക്യൂരിയോസ് എന്ന് പറയും. അതായത് നമുക്ക് ഒരു ഓരോ ഏരിയകളിൽ നമ്മൾ നീഷുകളിൽ അങ്ങനെ സ്ഥലങ്ങളിൽ നമുക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം ഭംഗിയാക്കാനാണ് ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ സെറാമിക്കിലുണ്ട്, വുഡിലുണ്ട്, മെറ്റലിലുണ്ട്, ബ്രാസുകളിൽ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഷേപ്സ്, അതുപോലെ തന്നെ സൈസ്, കളേഴ്സ്, തീം, ആ രീതിയിലുള്ള എല്ലാത്തരം ക്യൂരിയോസ്. നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി, ഇത് നമുക്ക് കണ്ടോ, ഇതൊക്കെ മെറ്റലാണ്. അതുപോലെ തന്നെ വളരെ ഓൾഡായിട്ടുള്ള ആ ഒരു ഫീലുള്ള ആ ഒരു സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ ഒരു തീമിൽ, ഇത് കംപ്ലീറ്റ് വുഡൻ തീം ഉണ്ടോ. ഇവിടെ നമുക്ക് കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് വുഡാണ്, എക്സാക്റ്റ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ. ഇത് കംപ്ലീറ്റ് വരുന്നത് സെറാമിക്, അതുപോലെ തന്നെ പിന്നെ മഡ്, ക്ലേ. ഇതാ ഈ ഒരു സെക്ഷൻ ഇതാ അവിടെ വലിയത്. ഇതിനൊക്കെ നമുക്ക് ഒന്നും കൂടെ റോയലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒറിജിനൽ, നമുക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ, തൊട്ട് നോക്കിയാൽ പോലും അതൊരു ഒറിജിനൽ തോന്നുന്ന ആ രീതിയിലുള്ള ഫ്ലവേഴ്സും പ്ലാന്റുകൾ, പിന്നെ ബോൺസായികൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു വീട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ 2Dയും 3Dയും എല്ലാ ഡിസൈനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട്
അവരുടെ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റും അവരുടെ പിന്നെ അഭിരുചികളൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്ത് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളുള്ളത്. ഇന്റീരിയർ വർക്ക് അല്ലേ അങ്ങനെ, അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള വർക്കുകളോ? ടോട്ടൽ വർക്ക് ഇൻറ്റീരിയർ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് എല്ലാ വർക്കും, ബാക്കിയുള്ള എല്ലാ വർക്കുകളും. അപ്പം പ്ലംബിങ്ങും വയറിങ്ങിൻ്റെ ഒക്കെ നമുക്ക് അവരുടെ ഡ്രോയിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഡ്രോയിങ് പ്രകാരം ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, അത് ആക്യുറേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഒരു ഭാഗത്തുണ്ടാവും, അതുപോലെ തന്നെ ബെഡ് സ്വിച്ച് വേറെ ഭാഗത്തുണ്ടാവും, അങ്ങനെ അവസാനം വരാം. ആ ഒരു പരിണിതി ഒഴിവാക്കാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു പിന്നെ സ്ട്രക്ചർ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ അതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കൊടുക്കാൻ കഴിയും. നമുക്ക് ഈ ഫോളിയോ ടു ഹോം സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും, അതായത് അതിനകത്ത് വരുന്ന ഒരു 10,000 വരെ ബില്ല് വന്നു കഴിഞ്ഞാൽ ആ 10,000 നമുക്കൊരു 2,000 റുപ്പീസിൻ്റെ അഡീഷണൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് 20,000 ആണെങ്കിൽ ഇത് 4,000 ആവും. അത്രയും ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ കൊടുക്കുന്നത് നമ്മുടെ MRP എന്നല്ല, നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഫർ തരുന്നത്. അത് നമുക്ക് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഒരു 1 മന്ത് ഡ്യൂറേഷനാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ, കാരണം മറ്റേ കോൾസ് കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9447141735 എന്നുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ നിയർ ബൈ ടൗൺ ആയ കൊണ്ടോട്ടിയിലെ കോടങ്ങാടിലാണ്. അപ്പം നമ്മൾ ഈ ഷോപ്പത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട്, അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് വെച്ചുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.